കണ്ണേട്ടന്റെ കാന്താരി പെണ്ണ്. രചന രാജീവ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ CM നൂഞ്ഞേരി. കണ്ണ മോനെ, നിനക്കൊന്ന് ഓഫീസിൽ പോകണ്ടേ? മണി 8:30 എഴുന്നേക്കുന്നില്ലേ? 8 മണി കഴിഞ്ഞിട്ട് കണ്ണൻ എഴുന്നേറ്റ് താഴേക്ക് വരാതായപ്പോൾ ഗോമതി അമ്മ മകനെ വിളിക്കാൻ മുറിയിലേക്ക് ചെന്നു. ആമേ പോണം, ഇന്ന് ലേറ്റ് ആയിട്ടുള്ള കിടന്ന്, അത് ഉറങ്ങിപ്പോയേ. വിളിച്ചെന്നാലും നന്നായി അമ്മേ, ഞാൻ എഴുന്നേക്കുവാ. ആ എന്നാ മോൻ കുളിച്ച് താഴേക്ക് വാ, അമ്മ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ആ ശരി അമ്മേ. കുറച്ച് സമയം കഴിഞ്ഞ് കാർത്തിക് എഴുന്നേറ്റ് താഴേക്ക് വന്നു. അമ്മേ. ആ മോനെ, ഞാൻ അതാ വരുന്നു. ദാ മോനെ കഴിക്ക്. അമ്മ അവന് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി. അവൻ കഴിച്ച് പോവാനിറങ്ങി. അമ്മേ, ശ്രീ വരുവാണെങ്കിൽ വാച്ച് കൊടുത്തേക്ക്. ഇന്നലെ വന്നപ്പോൾ അവൾ മറന്നു വെച്ചാ. ആ ശരി മോനെ. അമ്മേ ഞാൻ ഇറങ്ങുവാണേ. ആ മോനെ പോയിട്ട് വാ. ബുള്ളറ്റ് എടുത്ത് കാർത്തിക് പോകുന്ന അമ്മ നോക്കി നിന്നു. ശേഷം തന്റെ ജോലികളിൽ മുഴുകി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. അപ്പച്ചി, അപ്പച്ചി. ആ മോള് വന്നോ? വാ മോളെ. അപ്പച്ചി, കണ്ണന്റെ മുറിയിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നോ? ആ മോളെ ഉണ്ടായിരുന്നു. അവൻ എന്റെ കൈ തന്നിട്ടാ പോയെ. ഞാൻ എടുത്തുതരാം. മോള് വല്ലതും കഴിച്ചായിരുന്നോ? ആ അപ്പച്ചി, ഞാൻ കഴിച്ചതാ. ദാ മോളെ വാച്ച്. എന്നാ ഞാൻ പോവാണേ അപ്പച്ചി, ബസ്സിന് സമയമായി. ശരി മോളെ, പോയിട്ട് വാ. വൈകിട്ട് വരണം കേട്ടോ. അപ്പച്ചി ഇലയുടെ ഉണ്ടാക്കി വെക്കാം. ഓക്കെ അപ്പച്ചി, വരാം. വൈകുന്നേരം ഓഫീസിലും ശ്രീ നേരെ പോയത് അപ്പച്ചിയുടെ വീട്ടിലേക്കാണ്. അപ്പച്ചി ഞാനെത്തി. ആഹാ, അപ്പച്ചിയുടെ മോളിൽ നേരത്തെയാണല്ലോ. അതേലോ, ഓഫീസിൽ നേരെ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. എവിടെയല്ലേടാ? അപ്പച്ചി ഇപ്പൊ എടുക്കാം. മോള് പോയി കൈയും മുഖവും കഴുകി വാ. ഓക്കെ. ആൾ പിന്നാമ്പുറത്ത് പോയി കാലും കൈയും മുഖവും കഴുകി വന്ന് അടുക്കളയിലെ സ്ലാബിന് പുറത്ത് കയറി ഇരിപ്പായി. ആ ഇവിടെ ഇരിക്കായിരുന്നോ? അവിടെ കസേരയിൽ പോയിരിക്കും മോളെ, സാരിയൊക്കെ ചീത്തയാവും. ഓ അതൊന്നും സാരില്ല അപ്പച്ചി, അലക്കാനുള്ള സാരിയാ. ദാ കഴിക്കും മോളെ. ഗോപനിയമ്മ ഇലയുടെ അവൾക്ക് നൽകി. അവൾ ആർത്തിയോട് അത് വാങ്ങി കഴിച്ചു. ഓ ഒന്ന് പതുക്കെ കഴിക്കേണ്ട കുട്ടി, നെറുകയിൽ കയറും. അപ്പച്ചിയുടെ ഇലയുടെ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ? എത്ര കഴിച്ചാലും മതിയാവില്ല. ഇലയുടെ മാത്രമല്ല, അപ്പച്ചി ഉണ്ടാക്കുന്ന എല്ലാം എത്ര നാൾ കഴിഞ്ഞാലും നാവിന്ന് രുചി പോവില്ല. അത്രയ്ക്ക് കൈപ്പുണ്യ അപ്പച്ചിക്ക്. അതല്ലേ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഇന്ന് അപ്പച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഒരു നേരെങ്കിലും വരുമായിരുന്നത്. ആ ഏട്ടന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ആ കൈ കൊണ്ട് ഒരു ഉരുള എനിക്കും തരുമായിരുന്നു. പണ്ടേയുള്ള ശീലം, മരിക്കുന്നവരെ എൻ്റെ ഏട്ടൻ അത് മുടക്കിയിട്ടില്ല. വയ്യാണ്ടായാലും ആ കൈ കൊണ്ട് ഒരു ഉരുള ഭക്ഷണം തരാൻ ഓടി എത്തുമായിരുന്നു. ആ ഒരു സാരി തലപ്പോണ്ട് കണ്ണു തുടച്ചു. ഓ ഇങ്ങനെ സെന്റ് ആവല്ലേ അപ്പച്ചി, എനിക്കൂടി സങ്കടമാവും കേട്ടോ. ദേ എൻ്റെ കയ്യിൽ അട കഴിഞ്ഞിട്ടോ. ആ മോള് കഴിക്ക്, ഇനിയും തരാം അപ്പച്ചി. അവനാണെങ്കിൽ 1 2 ഒക്കെ കഴിക്കും. മോള് കഴിക്ക്. അവൾ വീണ്ടും അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് അടവാങ്ങി കഴിച്ചു. അപ്പച്ചി അവൾക്ക് നല്ല ആവി പറക്കുന്ന കടുപ്പമുള്ള ഏലക്കാ ചായ ഇട്ട് കൊടുത്തു. അവൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കാർത്തിക് വന്ന്. ആ മേളം ആചരിച്ചല്ലോ, ഇന്നൊന്ന് നേരെ ഇങ്ങോട്ട്. അതാ അപ്പച്ചി രാവിലെ പറഞ്ഞു ഇലയുടെ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ഓഫീസ് നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ച്. ഓ ഇങ്ങനെ ഒരു കൊതിച്ചിപ്പാറ് നിന്റെ മറ്റവള്. എന്നെ മറ്റവള് തന്നെയാ പറഞ്ഞ്. ആളവനെ നോക്കി ഗോഷ്ടി കാണിച്ചു. അവനും തിരിച്ചു കാണിച്ചു. ആ മതി മതി, നീ പോയി കൈയും മോൻ കഴുകുവാ കണ്ണ, ചായ കുടിക്കാൻ. ദാ വരുന്നമ്മ. അവൻ പോയി കൈ കഴുകി അവൾക്കടുത്തായി വന്നിരുന്നു. അവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ കയ്യിൽ നിന്ന് ഇലയുടെ കടിച്ചെടുത്തു. അപ്പച്ചി ഇതേ നോക്കിയേ. ദാ നിനക്കുള്ളതാ, ആ കൊച്ചിന്റെ കൈയും തട്ടിപ്പറിക്കാതെ. ഇവള് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണമ്മേ. അയ്യടാ പോ അവിടുന്ന്. ആടി നീ കടിക്കുമ്പോഴേ നിന്റെ ഈ ചുവന്ന ചുണ്ടി അടിച്ച പോലത്തെ ഫീലാ. അവൾ മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. പോകണേട്ടാ. ദാ കണ്ണ ചായ. 3 പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചായ കുടിച്ചു. ആ ഞാനിനി പൊക്കോട്ടെ അപ്പച്ചി, ഇനി ലേറ്റായ പോരാളി കയറ് കുട്ടിക്കും. ആ മോളെ പോയിട്ട് വാ. ആ ഞാനും പോയി കുളിക്കട്ടെ. കണ്ണനും എഴുന്നേറ്റു. കണ്ണ നിന്റെ അലക്കിയ ഡ്രസ്സ് ഇതേക്ക് കിടക്കുക, അതുകൂടി എടുത്തിട്ട് പോ. എനിക്ക് വയ്യ മേലെ കയറാൻ. അത് ഇവിടെ എടുത്തിട്ട് വരും. നീ അതെടുത്ത് എൻ്റെ അലമാരിലേക്ക് വെച്ചിട്ട് പോ. കണ്ണേട്ടാ വേണേ എടുത്തിട്ട് പോ, ഞാൻ പോവാ. ശ്രീ അവനവളെ തറപ്പിച്ച് നോക്കി. കണ്ണേട്ട പ്ലീസ്. ഒരു പ്ലീസും ഇല്ല, നീ അതെടുത്ത് എൻ്റെ മുറിയിൽ വെച്ചിട്ടേ പോകാവൂ. ആ മുകളിലേക്ക് പോയി. ഞാൻ കൊണ്ടുവച്ചോളാം, മോള് പോയിക്കോ. വേണ്ട അപ്പച്ചി, ഞാൻ വെച്ചോളാം, അല്ലെങ്കിൽ ഇതിനായിരിക്കും ഇനി മോൻ കുറിപ്പിക്കുന്നത്. അവൾ അവൻ്റെ ഡ്രസ്സ് എടുത്ത് മുറിയിലേക്ക് പോയി. അവൾ മുറിയിലെത്തിയപ്പോൾ അവൻ കുളിക്കുകയായിരുന്നു. അവൾ അലമാര തുറന്ന് ഡ്രസ്സ് അടുക്കി വെച്ചു. കാർത്തിക് കുളിച്ചിറങ്ങിയപ്പോൾ കണ്ടത് അലമാരയുടെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയാണ്. അവൻ മെല്ലെ ഡോറ് ചാരി അവൾക്കടുത്തേക്ക് ചെന്ന് പിന്നിലൂടെ അവളുടെ വയറിലൂടെ ചേർത്ത് പിടിച്ചു. ആ കണ്ണേട്ടാ. എന്താ പെണ്ണേ, എന്നെ വിട്ടേ. വീടാനല്ലല്ലോ ഞാൻ പിടിച്ചേ. വീട്ട് കണ്ണേട്ടാ പ്ലീസ്. വീട്ടില്ല മോളെ. വീടാൻ ഞാനിപ്പോ അപ്പച്ചി വിളിക്കുവേ. നീ വിളിച്ചോടി, എന്നിട്ട് പറയും ഞാൻ നിന്നെ പീഡിപ്പിച്ചു എന്ന്. കണ്ണേട്ടാ എന്താടി. അവനവളെ തന്നെ നിനക്ക് തിരിച്ചു നിർത്തി. അതെ അമ്മയോട് ഞാൻ പറയാൻ പോവാ, ഈ കാന്താരി വേഗം എനിക്ക് തന്നേക്കാൻ. ഇനിയും വയ്യ പെണ്ണേ, എനിക്ക് കാത്തിരിക്കാൻ. അതെയോ? ആ അതെ. എന്നവൻ അമ്മയോട് ചോദിച്ച് സമ്മതമാകട്ടോ, എന്നിട്ട് നമുക്ക് സ്നേഹിക്കാം. അപ്പൊ ഞാൻ പോട്ടെ. അയ്യടാ അങ്ങനെ ഇപ്പൊ നീ പോകുന്നില്ല.
നിന്നെ സ്നേഹിക്കാനേ എനിക്ക് അമ്മയുടെ പെർമിഷൻ വേണ്ട. അതെനിക്ക് നേരത്തെ അമ്മ തന്നതാട്ടോ. വിട്ട് കണ്ണേട്ടാ. ഇല്ല മോളെ, എനിക്ക് കിട്ടാൻ നിന്നെ ഞാൻ വിട്ടില്ല കണ്ണേട്ടാ. എന്തോ വേഗം തന്നേ. അവന്റെ പിടി അവളുടെ ഇടുപ്പിൽ മുറുകി. കൊടുക്കാതെ വിടില്ലെന്ന് മനസ്സിലായ അവൾ അവന്റെ കവിളിൽ ഉമ്മ കൊടുത്തു. അവൻ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടി അവൾ തന്നിലേക്ക് അടുപ്പിച്ചു. കണ്ണേട്ടാ, അവൾ നേർമയായി വിളിച്ചു. ഐ ലവ് യു സോ മച്ച് മൈ പെണ്ണേ. അവൻ അവളുടെ കഴുത്തിൽ മുഖമർത്തി അവളൊന്ന് പിടഞ്ഞുപോയി. കണ്ണേട്ടാ. എന്താ പെണ്ണേ? അവന്റെ കൈകൾ അവളുടെ ശരീരത്തെ തലോടി. അവന്റെ മുഖം അവളുടെ കഴുത്തിൽ നിന്നും താഴേക്ക് സഞ്ചരിച്ചു. പുറത്തെമ്മാടി. ആൾ അവനെ തള്ളി മാറ്റി അവിടുന്ന് ഓടി. ഏയ് ശ്രീ, നിക്ക്. ഇല്ല, നിക്കില്ല. ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു. കാന്താരി. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പച്ചി, ഞാൻ പോവാണേ. ആ ശരി മോളെ, പോയിട്ട് വാ. പിറ്റേന്ന് കാർത്തിക് ശ്രീയുടെ അമ്മയെ കാണാൻ പോയി. അമ്മായി. ആ ഇതാര് കണ്ണന്. വാ ഇരിക്ക്. ചായ എടുക്കട്ടെ കണ്ണ? വേണ്ടമ്മായി, ഞാൻ കുടിച്ചതാ. അമ്മായി, ഞാനിപ്പോ വന്ന് കല്യാണക്കാര്യം പറയാനാ. ഓ, മോന് കല്യാണമായോ? ഒന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മായിനെ കളിയാക്കുവാണോ? കളിയാക്കാനോ? ഞാൻ എന്താ പറഞ്ഞേ? നീയല്ലേ പറഞ്ഞേ കല്യാണക്കാര്യം പറയാനാ വന്നെന്ന്? അമ്മായി, ഞാനും ശ്രീയും തമ്മിലുള്ള കല്യാണക്കാരിയാ ഞാൻ പറഞ്ഞു. എത്രയും വേഗം നടത്തണം. നീയും ശ്രീയും തമ്മിലുള്ള കല്യാണം അതെങ്ങനെ ശരിയാവും? എന്തോ ശരിയാവാത്തെ? അമ്മാനുള്ളപ്പോ ഞങ്ങളുടെ കുഞ്ഞുനാളെ തീരുമാനിച്ചല്ലേ അവൾ എനിക്കുള്ളതാണെന്ന്. പിന്നെ ഇപ്പൊ എന്താ അമ്മായി ഇങ്ങനെ പറയുന്നേ? നിന്റെ അമ്മാവൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. അതിനൊന്നും ഇപ്പൊ ഒരു പ്രസക്തിയുമില്ല. എന്റെ മകളെ വിവാഹം കഴിക്കുന്നേ എന്റെ ആങ്ങളുടെ മകൻ പ്രസാദാ. അത് ഞാൻ പണ്ടേ തീരുമാനിച്ചതാ. നിന്റെ അമ്മാവൻ അവൾ നിനക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അയാളോട് പറഞ്ഞതാ ഇക്കാര്യം. അന്ന് അയാൾ എതിർത്തു. അയാളുടെ പെങ്ങളുടെ മോനായി നിനക്ക് അവൾ തരുമെന്ന്. അതൊരിക്കലും നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞതാന്ന്. ഇപ്പൊ എന്തായാലും അയാളില്ല. അപ്പൊ എന്റെ മകളുടെ കാര്യം ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി. ഇല്ല, അതൊരിക്കലും നടക്കില്ല. എന്റെ സ്ത്രീയുടെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഈ കാർത്തികിന്റേതാവും. അവൾ എന്റെ പെണ്ണാ, ഈ കണ്ണന്റെ പെണ്ണ്. അവൾ ജീവിക്കുന്ന എന്റെ കൂടെ ആവും. അതും പറഞ്ഞ് അവരോടൊന്ന് പോയി. നിന്നെ ഞാൻ അവൾക്ക് തരാടാ, നീ കാത്തിരുന്നോ? എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി അവരകത്തേക്ക് പോയി. എന്നാലും അവൾക്ക് എങ്ങനെ തോന്നി ഏട്ടന്റെ വാക്ക് ധിക്കരിക്കാൻ? മോൻ സങ്കടപ്പെടണ്ട. അവള് മോന് വിധിച്ചതാണെങ്കിൽ നിനക്ക് എന്നെ കിട്ടും. വിധിച്ചതാണെങ്കിൽ അല്ല അമ്മേ, അവൾ എന്റെ പെണ്ണ, എന്റെ ശ്വാസ. അവളില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ഒരുത്തനും വിട്ടുകൊടുക്കില്ല ഞാൻ എന്റെ പെണ്ണിനെ. അന്ന് വൈകുന്നേരം ഓഫീസിലെത്തിയ സ്ത്രീയോട് ഇനിയും ജോലിക്ക് പോകണ്ടെന്ന് അമ്മ പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രസാദുമായിട്ടുള്ള അവളുടെ കല്യാണം ഉടൻ നടത്തണമെന്ന് അവർ പറഞ്ഞു. എന്താ അമ്മ പറഞ്ഞേ? പ്രസാദ് കേട്ടോ? അമ്മ എന്തായി പറയുന്നത്? എന്നെ കിട്ടുന്ന കണ്ണേടനല്ലേ? ആര് പറഞ്ഞു? നിന്റെ തന്ത പണ്ടെങ്കിൽ അയാളുടെ പെങ്ങൾക്ക് എന്തോ വാക്ക് കൊടുത്തേന് ഇപ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടോ? നിന്റെ അമ്മ ഞാനാ. അപ്പൊ ഞാൻ തീരുമാനിച്ച പോലെ എന്റെ ആങ്ങളുടെ മകനായിട്ട് നിന്റെ വിവാഹത്തെയും പെട്ടെന്ന് ഞാൻ നടത്തിയിരിക്കും. ഇതെന്റെ വാക്കാ, അത് മാറില്ല ഒരിക്കലും. മര്യാദക്ക് അടങ്ങിയൊതുങ്ങി ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നാ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ താനിക്കൂടെ നീ കാണും. പറഞ്ഞേക്കാം. ഇല്ല, എന്റെ കഴുത്തിൽ താരി കിട്ടുന്നുണ്ടെങ്കിൽ അതെന്റെ കണ്ണേട്ട് മാത്രമായിരിക്കും. ആരൊക്കെ എതിർത്താലും. എന്ത് പറഞ്ഞടി അഹങ്കാരി നിന്നെ ഞാൻ. അവരവൾ തല്ലി. അമ്മ തല്ലല്ലേ? അമ്മ വേദനിക്കുന്നു. അമ്മ, മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ടാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇതായിരിക്കും കിട്ടുന്നേ. നിന്റെ പുറം പൊളിക്കും ഞാൻ, പറഞ്ഞേക്കാം. ആ ഒരു ദേഷ്യത്തോടെ അവിടുന്ന് പോയി. അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അച്ഛ, എന്തിനാ അച്ഛനെ തനിച്ചാക്കി പോയത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ വേഗം ഫോൺ എടുത്ത് കാർത്തികിനെ വിളിച്ചു. ഒറ്റ റിംഗിൽ അവൻ ഫോൺ എടുത്തു. മോളെ. കണ്ണേട്ട. എന്താടാ? കണ്ണേട്ട, അമ്മ. ഞാൻ അറിഞ്ഞു. നിന്നെ എത്രയും എനിക്ക് കെട്ടിച്ചേരാൻ പറഞ്ഞപ്പോയതാ നിന്റെ അമ്മയോട്. അപ്പോ കണ്ണേട്ട, അമ്മ സമ്മതിക്കില്ല നമ്മുടെ കല്യാണത്തിന്. ആരൊക്കെ എതിർത്താലും നീ എന്റേത് മാത്രമായിരിക്കും. സങ്കടപ്പെടണ്ട, കണ്ണുടച്ചേ. ഇത്രയുള്ളൂ എന്റെ കാന്താരി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലൊന്നും കാര്യക്കണ്ട. നാളെ മുതൽ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞേക്കോ അമ്മ. എന്നെ ഇനി പുറത്തേക്ക് ഇറക്കില്ല കണ്ണേട്ടാ. ഏയ്, ഞാനില്ലേ കൂടെ. പിന്നെന്താ? പേടിക്കണ്ട കേട്ടോ. ഏട്ടന്റെ കുട്ടി ആ മുഖമൊക്കെ തുടച്ച് പോയി വല്ലതും കഴിച്ച് ഉറങ്ങാൻ നോക്ക്. ചെല്ലു. ദേ, അവിടെ ഇരുന്ന് കരയരുത് കേട്ടോ. എന്നാ ശരി, മോള് വെച്ചോ. ശരിയാണ് ഏട്ടാ. പിറ്റേന്ന് സ്ത്രീ ഓഫീസിൽ പോകാൻ റെഡിയായി വന്നു. നിന്നോടല്ലേ ഓഫീസിൽ പോകണോ ഞാൻ പറഞ്ഞ്? എനിക്ക് പോകണം ഓഫീസിൽ. പോയാലും ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഓഫീസ് നിർത്തണമെന്നുണ്ടെങ്കിൽ നേരത്തെ റിസൈൻ ലെറ്റർ കൊടുക്കണം. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ദേ, പ്രസാദ് ഇപ്പോൾ വരും. ആര് വേണമെങ്കിലും വന്നോട്ടെ, എന്നാലും ഞാനിന്ന് ഓഫീസിൽ പോകും. ഓഹോ, നീ അത്രക്കായോ? അവർ അവൾക്ക് നേരെ തന്നെ കൈ ഉയർത്തി. അപ്പോഴാണ് പ്രസാദിന്റെ കാർ അങ്ങോട്ടേക്ക് വന്ന്. കാറിൽ നിന്നും പ്രസാദ് ഇറങ്ങി. എന്താമായി, എന്താ പ്രശ്നം? പ്രസാദ് ചോദിച്ചു. ഇന്നലെ മോനോട് പറഞ്ഞില്ലേ, അത് തന്നെയാ പ്രശ്നം. ഇപ്പോൾ ഓഫീസിൽ പോകണമെന്ന്. ഓഹോ, അമ്മായി പറഞ്ഞില്ലപ്പോ ശ്രീനി ഓഫീസിൽ പോകണ്ടെന്ന്? അത് താനാണ് തീരുമാനിക്കുന്നത്. നീ എന്തായാലും വിളിച്ച് താനെന്നോ? സാരില്ല അമ്മായി, അവൾക്ക് ഇഷ്ടമുള്ള വിളിച്ചോട്ടെ. ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളുടെ കല്യാണം നടക്കും. അതുകൊണ്ട് നീ ഇനി ഓഫീസിൽ പോകണ്ട. നിന്റെ മനസ്സിൽ അത് തന്നെ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ഒരാളുടെ മുമ്പിൽ താലിക്ക് വേണ്ടി തലവനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ണേന്റെ മുമ്പിൽ മാത്രമായിരിക്കും. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? അമ്മായി,
ഇതിൽ അമ്മായി ഇടപെടണ്ട, ഇവിടെ കാര്യം ഞാൻ നോക്കിക്കോളാം. പ്രസാദ് പറഞ്ഞു. നിന്നെ കിട്ടുന്നത് ഞാനായിരിക്കും ശ്രീലക്ഷ്മി, ഞാൻ മാത്രം. തന്നോടല്ലേ പറഞ്ഞ് അതൊരിക്കലും നടക്കില്ലെന്ന്. താൻ താലി കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ശവത്തിൽ മാത്രമായിരിക്കും. ഓഹോ, അത്രയ്ക്ക് വാശിയാണോ നിനക്ക്? ഇത് വാശിയല്ല, എന്റെ തീരുമാനാ. എന്നാലേ നിന്റെ തീരുമാനം നടക്കില്ല. നീ എന്റേത് മാത്രമാ, എന്റേത് മാത്രം. നിന്റെ ഈ ശരീരം അത് എനിക്ക് മാത്രമുള്ളതാ, എനിക്കും മാത്രം. അവനവളുടെ തോളിൽ കൈവച്ചു. കൈയെടുക്കടാ. എടുത്തില്ലേ നീ എന്ത് ചെയ്യടി? അവൾക്ക് ദേഷ്യം വന്നു. അവൾ അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. നീ എന്നെ തല്ലിയല്ലേടി? നിന്നെ ഞാനിന്ന് അവനവളുടെ മുടിക്കുത്തിനെ പിടിച്ച് വലിച്ചു. നീ പുന്നാര മോളെ, നിനക്ക് ഇത്ര അഹങ്കാരോ? നിന്നെ ഞാൻ... അവനവളുടെ ഇരുകവളിൽ മാറി മാറി അടിച്ചു. അവളുടെ ചുണ്ടുപൊട്ടി ചോരയൊഴുകി. അവളെ ചുമരിലേക്ക് പിടിച്ച് തള്ളി. നിന്റെ ഈ മേനി അഴുകിയൊന്നും നിന്റെ ഉറക്കം കെടുത്തിട്ടേ ഉള്ളൂ. ഈ സൗന്ദര്യം എന്റേത് മാത്രമായി എനിക്ക് വേണം. നീ ഇനി കല്യാണം കഴിയുന്നവരെ പുറലോകം കാണില്ല. ഇതൊക്കെ കണ്ടിട്ടും അവളുടെ അമ്മ ഒന്നും പ്രതികരിക്കാതെ മാറി നിൽക്കുമായിരുന്നു. അമ്മായി, ഇവിടെ പുറത്തിറങ്ങണ്ട, മുറി കൂട്ടിയേക്ക്. അവൻ തിരിഞ്ഞടന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ നിന്നു. തിരികെ വന്ന് ബാഗിൽ നിന്ന് അവളുടെ ഫോൺ എടുത്തു. ഇതിനി നിനക്ക് വേണ്ട. എന്റെ ഫോൺ ഇതാ പ്ലീസ്, അവൾ കെഞ്ചി. ഇല്ലടി, ഇത് നിന്റെ കയ്യിലിരുന്നാ നീ ഇനി അവനോട് കൊഞ്ചിക്കൊഴയും. അതിനി വേണ്ട പ്ലീസ്, അത് തന്നിട്ട് പോ. പക്ഷെ അവൻ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ട് അവിടുന്ന് പോയി. അമ്മേ, എന്റെ ഫോൺ തന്നിട്ട് പോകാൻ പറയാവോട് പ്ലീസ്. ഇല്ലടി, നീ ആ വൃത്തിയേട്ടനോട് ഇനി സംസാരിക്കണ്ട. നിങ്ങൾക്ക് എന്റെ അമ്മ തന്നെയാണോ? സ്വന്തം മക്കൾ വേദനിക്കുന്ന ഏത് അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നേ? അല്ലടി, ഞാനല്ല നിന്റെ അമ്മയെന്ന് തന്നെ കരുതിക്കോ. പ്രസാദേ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവനാ, മാത്രമല്ല കോടിക്കണക്കിന് ആസ്തിയുണ്ട്. നിന്റെ കണ്ണനോ നക്കാപ്പിച്ച ശമ്പളം വാങ്ങുന്നവൻ. പ്രസാദിന് നീ കല്യാണം കഴിച്ചാൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. ഒപ്പം എനിക്ക് അവിടെ സ്വത്തിൽ കുറച്ചവൻ തരും. പണിയെടുക്കാതെ ഇനിയുള്ള കാര്യം എനിക്കും ജീവിക്കാം. കണ്ണന് നീ കെട്ടിയ നീ എന്നും ജോലിക്ക് പോകേണ്ടി വരും. എന്തെങ്കിലും നക്കാപ്പിച്ച അവനക്കും തരും. എനിക്ക് വയ്യ കഷ്ടപ്പെടാൻ. അമ്മയ്ക്ക് സുഖമായിട്ട് ജീവിക്കുക. എന്തിനാ അമ്മ എന്റെ സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്നത്? മിണ്ടാതെ അടങ്ങി ഒതുക്കി അനുസരിച്ചെന്നാ നിനക്ക് കൊള്ളാം. അതെ, കൊന്നുകളയും ഞാൻ, പറഞ്ഞേക്കാം. ഇതിലും ഭേദം കൊന്നുകളയുന്ന. നാം വെച്ച് മിണ്ടാതിരുന്നോ? അവരവളെ പിടിച്ചെള്ളി ഡോറ് ലോക്ക് ചെയ്ത് അവിടുന്ന് പോയി. അവളവിടെ നിലത്തിരുന്ന് കരയാൻ തുടങ്ങി. കണ്ണൻ ശ്രീയെ വിളിച്ച് കിട്ടാണ്ടായപ്പോൾ അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മ ശ്രീയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആ പ്രസാദ് അവന്റെ പണി തുടങ്ങിയെന്ന് തോന്നുന്നു. മോനെ, ഇനിയിപ്പോ നമ്മൾ എന്താടാ ചെയ്യാ? ഞാനെന്നാലും അങ്ങോട്ടൊന്ന് പോട്ടെ. അപ്പോഴാണ് ശ്രീയുടെ കൂട്ടുകാരി അങ്ങോട്ടേക്ക് വന്ന്. കണ്ണേട്ടാ. എന്താ മോളെ? കണ്ണേട്ടാ, ശ്രീയെ മുറിയിൽ പൂട്ടിയിട്ടേക്കുക. ഇന്നലെ ആ പ്രസാദ് വന്നിരുന്നു. അവളോട് വഴക്കുണ്ടാക്കി അവളെ തല്ലുകയൊക്കെ ചെയ്തു. അങ്ങോട്ടേക്ക് പോയി അവളെ കൂടുതൽ ഉപദ്രവിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ജനൽവഴിയെ നോക്കി. ആരും കാണാതെ അവളുടെ റൂമിൻ്റെ ജനൽവഴിയെ ഞാൻ അവളോട് സംസാരിച്ച്. നാളെ അവളെ ഗുരുവായൂർ കൊണ്ടുപോയി കല്യാണം നടത്താൻ തീരുമാനിച്ചേക്കുക അവര്. അയ്യോ മോനെ. അമ്മ വിഷമിക്കാതെ, അവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന ഈ കണ്ണനായിരിക്കും. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എൻ്റെ പെണ്ണിനോട് രക്ഷിക്കാം. പക്ഷെ അവളെ ഉപദ്രവിച്ച് അവനിട്ട് നല്ലൊരു പണി കൊടുക്കണം. ഞാൻ മോഹനെന്ന് വിളിക്കട്ടെ. അവൻ ഫോണെടുത്ത് പുറത്തേക്ക് പോയി. കാർത്തികിന്റെ ഫ്രണ്ടാണ് മോഹൻ, ഒപ്പം സ്ഥലസയും. കാർത്തിക് മോഹനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓ, അങ്ങനെയാണോ കാര്യങ്ങൾ? നീ വിഷമിക്കേണ്ട കാർത്തി, അവളെ നമ്മൾ രക്ഷിച്ചിരിക്കും. പിറ്റേന്ന് രാവിലെ സ്ത്രീയുടെ അമ്മ നിർബന്ധിച്ച് അവളെ കൊണ്ട് പട്ടുസാരി ഉടുപ്പിച്ച് ഒരുക്കി പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അമ്മ പ്ലീസ്, എന്നെ ഒന്ന് വീട്ടമ്മ, ഞാൻ കണ്ണേണ്ടൊന്ന് കണ്ടോട്ടെ അമ്മ. നിർത്തടി, അവിടെ ഒരു കണ്ണേറ്റ്. ഇനി ആ നശിച്ചവന്റെ പേര് നീ മിണ്ടിപ്പോരുത്, അധിക പ്രസംഗി. അപ്പോഴാണ് പ്രസാദ് ബന്ധുക്കളെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്ന്. എന്താ ഈ ശ്രീകുടിക്ക് പ്രശ്നം? ഓ, ഒന്നുമില്ല മോനെ, ഞാൻ ഇവളോട് കുറച്ച് കാര്യം പറഞ്ഞു കൊടുത്താ. അപ്പൊ നമുക്ക് ഇറങ്ങാമായി. ആ മോനെ, ഇറങ്ങാം. അവരിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വന്ന്. ജീപ്പിൽ നിന്നും മോഹൻ ഇറങ്ങി. മോഹന് സ്ത്രീക്ക് അറിയാം. അവൾക്ക് ആശ്വാസം തോന്നി. ഇവിടെ ആരാ ഈ പ്രസാദ്? ഞാനാണ് സാർ. എന്താ കാര്യം? നിങ്ങൾക്കെതിരെ ഒരു പരാതി ഇട്ടിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ നിങ്ങൾ നിർബന്ധിച്ച് വിവാഹം കഴിക്കാൻ കൊണ്ടുപോയാണെന്ന്. ഇല്ല സാർ, ആരാ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ്? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. ഇവിടെ പൂർണ്ണ സമ്മത്തോടെ ഞങ്ങൾ വിവാഹം കഴിക്കുന്നത്. ആണോ കുട്ടി? അല്ല സാർ, ഇയാൾ എന്റെ അമ്മയും കൂടി എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോവുക. ഞങ്ങൾ ഒറ്റ കൊടുക്കുന്നോ? അമ്മ അവളെ തല്ലാനായി കയ്യോങ്ങി. തൊട്ടുപോകരുത്. സ്വന്തം മകളായും പ്രായപൂർത്തിയായ കുട്ടിയാണ് ശ്രീലക്ഷ്മി. അപ്പൊ അവിടെ യുവാക്കാരി ഇവൾക്ക് തീരുമാനിക്കാം. ഇതെന്താ ശ്രീലക്ഷ്മി തന്നെ മുഖത്തുപാട്? ഇവൻ തന്നെ ഉപദ്രവിച്ചോ? അതെ സാർ, ഇയാൾ മാത്രമല്ല എന്റെ അമ്മയും. നിങ്ങൾക്കൊരു അമ്മയാണോ? സ്വന്തം മോളിങ്ങനെ ഉപദ്രവിക്കാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക്? എന്തായാലും ശ്രീലക്ഷ്മി ഉപദ്രവിച്ചാലല്ല അകത്താവും. ഇവനെ പിടിച്ച് ജീപ്പിക്കറ്റ്. സാറേ, സാർ ഇതിനെ അനുഭവിക്കും. ഓ ആയിക്കോട്ടെ, ഞാൻ അനുഭവിച്ചോളാം. ഇപ്പൊ സാറ് വാചടിക്കാൻ പോയി വണ്ടി കയറി. പോയി കാറാ ജീപ്പിന്. മോഹൻ അലറി. മീന, ഇവരെയും പിടിച്ചേറ്റ്. ലേഡി കോൺസ്റ്റബിളോട് മോഹൻ പറഞ്ഞു. അയ്യോ സാറ്, ഞാനൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല അല്ലേ? നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്ത്. അതിനുള്ള തെളിവോടെ മുഖത്ത് തന്നെയുണ്ട്. നന്ദിയുണ്ട് മോനേട്ട. അവൾ കൈകൂപ്പി. ഏയ്, എന്റെ കൂട്ടുകാരന്റെ പെണ്ണ് എന്റെ അനിയത്തി കുട്ടിയല്ലേ. അപ്പൊ പെങ്ങൾക്കൊരു ആപത്ത് വരുമ്പോ ആങ്ങളെല്ലാം സഹായിക്കണ്ടേ. അപ്പൊ ഓക്കെ, കണ്ണുവരും കൂട്ടാൻ. ഞാൻ പോട്ടെ. ശരിയേട്ടാ. അവരവിടുന്ന് പോയി. പ്രസാദിന്റെ കൂടെ വന്നവരും തിരികെ പോയി. അപ്പോഴേക്കും കണ്ണനും അമ്മയും അങ്ങോട്ടേക്ക് വന്നു. അവരെ കണ്ടത് അവളുടെ നിയന്ത്രണം പോയി.
അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർക്കടുത്തേക്ക് ഓടി. കണ്ണേട്ടാ മോളെ. അവനവളെ കെട്ടിപ്പിടിച്ചു. അവൾ അവനെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. മോളെ കരയാതെ, കണ്ണേട്ട വന്നില്ലേ? മോളെ, ആ മോളെ ഉപദ്രവിച്ചു അല്ലേ? അയാൾ മാത്രമല്ല അപ്പിച്ച് എൻ്റെ അമ്മയും. പോട്ടെ മോളെ, എനിക്കറിയണ്ട. മോളെ ശ്രീ, ഒത്തിരി വേദന തയ്ച്ചില്ലേ എനിക്ക് വേണ്ടി? അവനവളുടെ കവിളിൽ തലോടി പറഞ്ഞു. ഏയ് സാരല്ലേ കണ്ണേട്ട. അവനവളുടെ കവിളിൽ ഉമ്മ വെച്ചു. അവളെ മാറോട് ചേർത്തു. വാ പോ. അവരവളെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി. അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി പൂജാമുറിയിൽ നിർത്തി. അവളെ രക്ഷിച്ചതിന് സകല ദൈവങ്ങളെയും വിളിച്ച് മിഴികൾ മൂടി നന്ദി പറഞ്ഞു. കഴുത്തിലൊരു തണുപ്പ് അനുഭവപ്പെട്ടപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്ന്. അവൾ അറിഞ്ഞു കണ്ണേട്ടന്റെ താലി തന്റെ കഴുത്തിൽ വീണു എന്ന്. അവൾ അവനെ നോക്കി. മെല്ലെ പുഞ്ചിരിയാലെ കണ്ണുകൾ ചിമ്മി. അവളുടെ മിഴികൾ വീണ്ടും ഈറനായി. അവന്റെ കൈയാൽ അവളുടെ സീമന്തരേഖ ചുവന്നു. അവന്റെ ചുംബന അവളുടെ നെറുകയിൽ പതിഞ്ഞു. മതി കരഞ്ഞ്, ഇനി ഈ കണ്ണ് നിറയരുത് ഒരിക്കലും. അവൻ അവളുടെ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു. ഇരുവരും ഒരുമിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങി. മക്കള് വേഷമൊക്കെ മാറി വാ, ഇന്ന് നമുക്ക് സദ്യ കഴിക്കാം. വടി. അവൻ അവളെയും കൂട്ടി മുറിയിലേക്ക് പോയി. ഇരുവരും ഫ്രഷായി താഴേക്ക് വന്നു. 3 പേരും കൂടി ഒരുമിച്ച് സദ്യ കഴിച്ചു. രാത്രി ഒരു ഗ്ലാസ് പാലും കയ്യിൽ കൊടുത്ത് ഗോമതി അമ്മ അവളെ കണ്ണന്റെ മുറിയിലേക്ക് അയച്ചു. അവൾ മുറിയിലെത്തിയപ്പോൾ അവൻ ബെഡിൽ അവളെ കാത്തിരിക്കുകയായിരുന്നു. അവളെ കണ്ടതും അവൻ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് വന്നു. ഡോറടിച്ച് അവളെയും കൂട്ടി ബെഡിനടുത്തേക്ക് പോയി. അവൾ നാണത്തോടെ പാൽ ഗ്ലാസ് അവന് നേരെ നീട്ടി. അവൻ അവളുടെ കയ്യിൽ നിന്നും പാൽ വാങ്ങി കുടിച്ച് അവൾക്ക് നൽകി. ഗ്ലാസ് വാങ്ങി ടേബിളിൽ വെച്ച് അവളെ ചേർത്ത് പിടിച്ച് കട്ടിലിരുന്നു. നീ കാന്താരി, നിനക്കെന്താടി നാണം വരുന്നോ? അവൾ തലവിളിച്ചിരുന്നു. അവളുടെ മിഴിനീര് അവന്റെ കയ്യിൽ പതിച്ചു. ശ്രീ, നീ കരയുവാണോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഈ കണ്ണി നീ നിറയരുതെന്ന്. പിന്നെ എന്തിനാണ് ഈ കരയുന്നത്? കണ്ണീട്ട, മോഹനേട്ട വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ. ഏയ്, നിന്നെ അങ്ങനെ വല്ലവരും വിട്ടുകൊടുക്കാൻ മോളെ ഞാൻ. അതിനെനിക്ക് ആകുവാടാ. മതി, അതൊക്കെ നീ കണ്ട ദുസ്വപ്നങ്ങൾ മാത്രമാണ്. അങ്ങനെ കണ്ടാ മതി, കേട്ടല്ലോ. അപ്പൊ എന്നെ സുന്ദരിക്കുട്ടി കണ്ണോടിച്ചോന്ന് ചിരിച്ചേ. എത്ര നാളുകൊണ്ട് ഈ ദിവസത്തിനായി കാത്തിരിക്കണമെന്ന് അറിയോ പെണ്ണേ? നീ ഒരുപാട് കൊതിച്ചല്ലേ ഈ ദിവസം. അതുകൊണ്ട് വേണ്ടാത്തൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. അവനവളെ തന്നെ മാറോട് ചേർത്തു. അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. അവളുടെ അധരങ്ങൾ കവർന്നു. അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടി. അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു. കഴുത്തിൽ നിന്ന് മുഖം അവളുടെ മാറിലേക്ക് പൂഴ്ത്തി. അപ്പോഴാണ് അവളുടെ ഇടത്തെ മാറിൽ പൊള്ളിയ പാടവൻ കണ്ടത്. ശ്രീ, എന്താണത് ഈ പാട്? അത് അമ്മയെ എതിർത്തിന് പൊള്ളിച്ചതാ. അവനെ നെഞ്ചു പെടഞ്ഞു പോയി. മോളെ. അവൻ കണ്ണുനീരോട് അവളുടെ മാറിൽ മുത്തി. എനിക്ക് വേണ്ടി ഒത്തിരി സഹിച്ചുവല്ലേ എന്നെ പെണ്ണ്? ഏയ്, എന്താ കണ്ണേട്ടായത്? ഇങ്ങനെ കരയില്ലേ പ്ലീസ്. അവളവനെ മുഖം പിടിച്ചുയർത്തി അവനെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവനവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. അവളുടെ ശരീരമാകെ ചുംബിച്ചു. അവന്റെ പ്രണയം മഴയായി അവളിലേക്ക് പെയ്തിറങ്ങി. അങ്ങനെ അവൾ അവന്റെ പ്രണയത്തിൽ കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറന്നു. അവന്റെ പ്രാണനായി, അവന്റെ ജീവനായി, കണ്ണന്റെ മാത്രം സ്ത്രീയായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കട്ടെ, കൊതി തീരുവോളം.